എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ കുറച്ചു കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതുമായിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ആദ്യം തന്നെ അര കപ്പ് ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. നല്ല ചൂടുള്ള പാലിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പഞ്ചസാര എളുപ്പത്തിൽ മെൽട്ടായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ചൂട് പാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലപോലെ തന്നെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്തിട്ടുണ്ട്. നേർത്ത റവയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയത് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി, അതിൻ്റെ വെള്ളപ്പറ്റൊക്കെ മാറി വരുന്നത് വരെ. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്ത എള്ള് ഇല്ലാന്നുണ്ടെങ്കിൽ കറുത്ത എള്ള് ഉപയോഗിച്ചാലും മതിയാവും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു നുള്ളു ഉപ്പും 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് ബദാമും 1/4 കപ്പ് അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും കൂടെ മിക്സറിൻ്റെ ജാറിലിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈ ഉപയോഗിച്ച് ആദ്യം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന പാൽ ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. പാല് കുറച്ചായി ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാല് മുഴുവനായിട്ടും ഇതിലേക്ക് ആവശ്യമായിട്ട് വരും. ഞാനിപ്പോൾ ഇവിടെ മുഴുവനും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരല്പം സ്റ്റിക്കി ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് റവയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് പാകത്തിനായി കിട്ടിക്കോളും. ഇതിനി 5 മുതൽ 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നന്നായിട്ട് തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. കൂട്ട് ഒന്നും കൂടെ കുറച്ച് കട്ടിയായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഈ ഒരു പാകത്തിനാണ് നമ്മൾ കൂട്ട് തയ്യാറാക്കി എടുക്കേണ്ടത്. ഒന്ന് നല്ലപോലെ നീഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് ആക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരല്പം വലിയ ഉരുളയെടുത്ത് ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്ന് റോൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ആ ഒരു രീതിക്കാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിലാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അതുപോലെ ഇതൊരല്പം കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നേർത്തിട്ടല്ല, ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ മീഡിയം ചൂടായിരിക്കുന്ന എണ്ണയിൽ വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ ഉള്ളോളം കറക്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 1-2 ആഴ്ചകളൊക്കെ കേടാകാതെ ഇരുന്നോളും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കും.